തന്ത്രപ്രധാനമായ ഗൾഫ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഖത്തറും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സമുദ്ര വ്യാപാരം ഔദ്യോഗികമായി പുനരാരംഭിച്ചു. കഴിഞ്ഞ 5 മാസമായി പൂർണ്ണമായും നിർത്തിവെച്ചിരുന്ന കപ്പൽ ചരക്ക് നീക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച നിർണായക ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ കടുത്ത സൈനിക സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഖത്തറിന്റെ ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ തെക്കൻ തീരത്തുള്ള തന്ത്രപ്രധാനമായ ദയ്യർ തുറമുഖവും ഖത്തറിലെ പ്രധാന നാവിക കേന്ദ്രമായ അൽ റുവൈസ് തുറമുഖവും തമ്മിലുള്ള ചരക്കുകപ്പൽ സർവീസുകളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ദോഹയിലെ ഇറാനിയൻ എംബസിയും ഖത്തറിലെ ഉന്നത ഭരണകൂട അധികാരികളും തമ്മിൽ ആഴ്ചകൾ നീണ്ടുനിന്ന തീവ്രമായ ചർച്ചകൾക്കും ഏകോപനങ്ങൾക്കും ഒടുവിലാണ് ഈ വലിയ നയതന്ത്ര വിജയം സാധ്യമായത്. ദോഹയിലെ ഇറാന്റെ കൊമേഴ്ഷ്യൽ അറ്റാഷെ അബ്ബാസ് അബ്ദുൽ ഖാനി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് ഈ സുപ്രധാന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും വാണിജ്യപരവുമായ സഹകരണം മുൻപത്തേക്കാൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കപ്പലുകൾ വീണ്ടും ചരക്കുകളുമായി അതിർത്തി കടക്കാൻ തുടങ്ങിയത് ഇരു രാജ്യങ്ങളിലെയും വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മേഖലയിൽ സമീപകാലത്തുണ്ടായ കടുത്ത സൈനിക അസ്വസ്ഥതകളെ തുടർന്നാണ് ഖത്തറും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സമുദ്ര വ്യാപാരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങളും അതിനു മറുപടിയായി ടെഹ്റാൻ നടത്തിയ മിസൈൽ ഡ്രോൺ പ്രത്യാക്രമണങ്ങളും ഗൾഫ് മേഖലയെ വലിയൊരു യുദ്ധത്തിന്റെ മുനമ്പിൽ എത്തിച്ചിരുന്നു. സമുദ്രപാതകൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് അന്ന് ചരക്ക് നീക്കം നിർത്തിയത്. ഈ കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ ഖത്തറിലുള്ള US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള പ്രവിശ്യ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണ ശ്രമങ്ങൾ ഖത്തറിനെ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു. തങ്ങളുടെ മണ്ണിലിരുന്നു കൊണ്ട് അമേരിക്ക ഇറാനെതിരെ നീക്കങ്ങൾ നടത്തുന്നതും അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതും ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായി ഇറാനുമായുള്ള ബന്ധങ്ങളിൽ ഖത്തർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ വലിയ പ്രതിസന്ധികളെയും അമേരിക്കയുടെ കടുത്ത ആഗോള സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഖത്തർ വീണ്ടും ഇറാനുമായി പരസ്യമായ വാണിജ്യ ബന്ധത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത് വാഷിംഗ്ടണെ ഒട്ടും സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നായ അൽ ഉദ്ദൈദ് സ്ഥിതി ചെയ്യുന്ന ഖത്തറിലാണ്. 10,000-ലധികം US സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഖത്തർ ഇറാനുമായി കൈകോർക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ഗൾഫ് സഖ്യകക്ഷി എന്ന് വിശേഷിക്കപ്പെടുമ്പോഴും മറുവശത്ത് ഇറാന്റെ കടുത്ത ശത്രുത സമ്പാദിക്കാതിരിക്കാൻ ഖത്തർ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അയൽ രാജ്യമായ ഇറാനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന് ഖത്തർ ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ശക്തികളുടെ കടുത്ത ഉപരോധങ്ങളെ പൂർണ്ണമായും വകവയ്ക്കാതെയാണ് അവർ ഈ പുതിയ വ്യാപാര നീക്കം നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത വാതക ശേഖരമുള്ള പേർഷ്യൻ ഗൾഫ് മേഖല ഖത്തറും ഇറാനും സംയുക്തമായാണ് പങ്കിടുന്നത്. ഈ ഒരൊറ്റ സാമ്പത്തിക താല്പര്യം കൊണ്ട് തന്നെ ഇറാനുമായി പൂർണ്ണമായ ഒരു ബന്ധം വേർപെടുത്താൻ ഖത്തറിന് ഒരിക്കലും സാധ്യമല്ല. തങ്ങളുടെ പ്രകൃതിവാതക വരുമാനത്തെ ബാധിക്കുന്ന യാതൊരുവിധ നീക്കങ്ങൾക്കും ഖത്തർ തയ്യാറാകില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കപ്പൽ സർവീസുകളുടെ പുനരാരംഭം. ദോഹയും ടെഹ്റാനും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര പുനഃസ്ഥാപനം മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക നയതന്ത്രത്തിൽ ഖത്തറിന്റെ വലിയൊരു മേധാവിത്വം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്. മേഖലയിലെ ഏത് കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ വിഭാഗങ്ങളുമായും ചർച്ചകൾ നടത്താൻ ശേഷിയുള്ള ഒരേ ഒരു അറബ് രാജ്യമായി ഖത്തർ സ്വയം അടയാളപ്പെടുത്തുന്നു. ഹമാസ്, താലിബാൻ തുടങ്ങിയ വിഭാഗങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരേ സമയം മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ ഖത്തറിന് കഴിഞ്ഞിട്ടുള്ളത് ഈ സമഗ്രമായ ശൈലി കൊണ്ടാണ്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ച ഈ നേരിട്ടുള്ള നാവിക വ്യാപാരത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, നിർമ്മാണ സാമഗ്രികൾ, മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഈ റൂട്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇത് ഇറാന്റെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകുമെന്നതിൽ തർക്കമില്ല. അമേരിക്കയുടെ പുതിയ സർക്കാർ ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഖത്തറിന്റെ ഈ നിർണായക നീക്കം വരുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്ന ഉപരോധങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ലംഘിക്കാൻ തുടങ്ങിയാൽ അത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ കടുത്ത രീതിയിൽ ബാധിക്കും. ഖത്തറിന്റെ ഈ നിലപാട് വരും ദിവസങ്ങളിൽ US ഭരണകൂടം എങ്ങനെ നേരിടുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളുടെ തീവ്രത കുറയ്ക്കാൻ
ഖത്തർ അണിയറയിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായി കൂടിയാണ് സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഖത്തർ തയ്യാറായത്. പരസ്പരമുള്ള വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിലൂടെ മാത്രമേ മേഖലയിൽ താൽക്കാലികമായെങ്കിലും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കൂ എന്ന് ദോഹ വിശ്വസിക്കുന്നു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളായ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഖത്തറിന്റെ ഈ പുതിയ നാവിക നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. മുൻപ് ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തിയതിന്റെ പേരിൽ ഖത്തറിനെതിരെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയ ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ മേഖലയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഖത്തറിനെതിരെ പരസ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ മറ്റ് അറബ് രാജ്യങ്ങൾ മുതിർന്നേക്കില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും ഖത്തറിന്റെ ഈ തീരുമാനത്തെ വലിയൊരു നയതന്ത്ര വിജയമായാണ് ആഘോഷിക്കുന്നത്. പാശ്ചാത്യ ശക്തികൾ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അയൽപ്പക്കത്തുള്ള ഒരു പ്രമുഖ അറബ് രാജ്യം തങ്ങളുമായി വ്യാപാരം തുടരാൻ തയ്യാറാകുന്നത് ഇറാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ സർവീസ് നടത്താൻ സജ്ജമാണെന്ന് ഇറാന്റെ പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ റുവൈസ് തുറമുഖത്ത് നിന്നും ദയർ തുറമുഖത്തേക്ക് എത്തുന്ന ചരക്ക് കപ്പലുകൾക്ക് കനത്ത സുരക്ഷയാണ് ഇരു രാജ്യങ്ങളുടെയും കോസ്റ്റ് ഗാർഡ് വിഭാഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കടലിലെ ശത്രുതാപരമായ നീക്കങ്ങളോ അട്ടിമറികളോ ഉണ്ടാകാതിരിക്കാൻ നിരന്തരമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമുദ്രപാതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് വരാൻ പോകുന്ന വലിയ വ്യാപാര കരാറുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. അറേബ്യൻ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന് ഒളിത്താവളം ഒരുക്കുമ്പോഴും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്ന ഖത്തറിന്റെ ഇരട്ട നയതന്ത്രം ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. രണ്ട് വിരുദ്ധ ചേരികളെ ഒരേ സമയം സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട്. ഈ തന്ത്രത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ മഞ്ഞക്കടലിനപ്പുറത്ത് ദൃശ്യമാകുന്നത്. വരും ആഴ്ചകളിൽ ഈ സമുദ്ര വ്യാപാരത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത ചേംബർ ഓഫ് കൊമേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിക്ഷേപ സാധ്യതകളും ഇരു രാജ്യങ്ങളിലെയും തുറമുഖങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കലും ഇതിന്റെ ഭാഗമായി നടക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ ഉന്നതതല ചർച്ചകൾ വരും ദിവസങ്ങളിൽ ദോഹയിൽ വെച്ച് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെ ഈ പുതിയ വാണിജ്യ ചലനങ്ങൾ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലും എണ്ണവിലയിലും നേരിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സമുദ്രപാതകൾ വീണ്ടും സജീവമാകുന്നത് ആഗോള ചരക്കുകടത്തിന് അനുകൂലമായ ഘടകമാണ്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് അതീവ ജാഗ്രതയോടെ മാത്രമാണ് ഓരോ കപ്പലുകളും ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. ഖത്തറും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സമുദ്ര വ്യാപാരം പുനരാരംഭിച്ച സംഭവം കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഖത്തർ ഈ നീക്കത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലെ ഭൗമരാഷ്ട്രീയ നീക്കങ്ങളിൽ ഈ സമുദ്രപാത അതീവ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്.